ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് പറയാം. അതിന് മുൻപ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ടിപ്സ് പറയാം. ഞാൻ ബ്യൂട്ടി ടിപ്സ് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി മാത്രം പോരല്ലോ, ആരോഗ്യം വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന അറിവ് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഞാൻ ബ്യൂട്ടി ടിപ്സ് ഇടയ്ക്കും മുറയ്ക്കും ഇടുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ ടിപ്സുകൾ കേട്ട ശേഷം ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് നമുക്ക് വിശപ്പില്ലായ്മയുള്ള ആൾക്കാർ, ചില ആൾക്കാർക്ക് വിശപ്പ് കാണത്തില്ല, എന്താഹാരവും അവർക്ക് കഴിക്കാനേ തോന്നത്തില്ല. വിശപ്പില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറയാൻ പോകുന്നത്. അതായത് 1 സ്പൂൺ ഇഞ്ചി നീരെടുത്തതിന് ശേഷം അതിൽ 1 നുള്ള് കുരുമുളകിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്ത ശേഷം ഇത് ചാലിച്ച് കഴിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് തുമ്മൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ രക്തചന്ദനവും ചെറുനാരങ്ങയും അതുപോലെ പച്ചക്കർപ്പൂരവും കൂടി നമ്മൾ വെളിച്ചെണ്ണ കാച്ചി അത് മൂപ്പിച്ച് തലയിൽ തേച്ച് കുളിക്കുക. അപ്പോൾ എത്ര നല്ല തുമ്മലുള്ള ആൾക്കാർക്കും ഈ ഒരു ടിപ്സ് ചെയ്യുമ്പോൾ വളരെ വലിയ റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടിപ്സ് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക് വയറുവേദന, അതായത് ആർത്തവ സമയത്ത് വയറുവേദന വരുന്ന ആൾക്കാർക്ക് അവർക്ക് കഴിക്കാൻ പറ്റുന്നൊരു മരുന്നാണ്. അതായത് വയറുവേദന നല്ല രീതിക്കുള്ളവർ ത്രിഫല ചൂർണം ശർക്കര ചേർത്ത് പതിവായിട്ട് കഴിക്കുന്നത്, രാത്രി കഴിക്കുന്നത് വയറുവേദന ഇടിച്ച് കെട്ടിയതുപോലെ നിൽക്കാൻ വളരെ സഹായകമാണ്. അതുപോലെ ക്രമീകരണത്തിന് വേണ്ടി, അതായത് ചില ആൾക്കാർക്ക് ആർത്തവത്തിന് ക്രമീകരണം കാണാതെ വരുന്ന ആൾക്കാർക്ക് അമൃത് കഷായം വെച്ച് തേന് ചേർത്ത് കഴിക്കുക. അത് അങ്ങാടിക്കടയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ ടിപ്സുകൾ കേട്ടതിന് ശേഷം ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ടിപ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാണുക, എന്നിട്ട് ചെയ്തു നോക്കുക. അതിനുശേഷം നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാൻ ചില ദിവസങ്ങളിൽ വീഡിയോ ഇടാനായിട്ട് വിട്ടുപോകും. അപ്പോൾ പുതിയ പുതിയ ടിപ്സുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ മൊബൈലിലേക്ക് വരും. അപ്പോൾ വീണ്ടും നാളെ കാണാം പുതിയൊരു ടിപ്സുമായിട്ട്. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ.